നിങ്ങളൊന്നു സങ്കൽപ്പിച്ചു നോക്കൂ, ഒരു വലിയ മരം, പക്ഷെ അതിന് ഇലകളില്ല, കൊമ്പുകളുമില്ല, വെറും ഒരു ഉണങ്ങിയ തടി മാത്രം. ലോകം അതിനെ നോക്കി വിധിയെഴുതി കഴിഞ്ഞിരുന്നു, അത് ചത്തുപോയെന്ന്. എന്നാൽ ആ മരത്തിന്റെ അടിയിൽ ആരും കാണാത്ത മണ്ണിലെ വേരുകളിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കുകയാണെങ്കിലോ? ലോകം നിങ്ങളെ നോക്കി നീ തീർന്നു പോയി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ വേരുകൾ എങ്ങനെ വിജയത്തിന്റെ മധുരഫലം നൽകുമെന്ന് ഈ കഥയിലൂടെ നമുക്ക് നോക്കാം. ഇതൊരു സാധാരണ കഥയല്ല, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വിചിത്രമായ യാത്രയാണ് ഇത്. അങ്ങ് ദൂരെ മഞ്ഞുമലകൾക്ക് അപ്പുറം ഒരു കൊച്ചു ഗ്രാമമുണ്ടായിരുന്നു. അവിടെയുള്ള മനുഷ്യർക്ക് സംസാരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരുന്നു. ആ ഗ്രാമത്തിന്റെ നടുവിൽ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. ആ പ്ലാവിനെ ആളുകൾ നിശബ്ദതയുടെ മരം എന്ന് വിളിച്ചു പോന്നു. പതിറ്റാണ്ടുകളായി ആ മരത്തിൽ ഒരു ചക്ക പോലും ഉണ്ടായില്ല. ഉണങ്ങിനിൽക്കുന്ന ആ മരത്തിൽ ഒരു ചക്ക പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഗ്രാമത്തിൽ സിദ്ധാർത്ഥൻ എന്ന ഒരു യുവാവ് വ്യത്യസ്തനായിരുന്നു. അവൻ ദിവസവും ആ മരത്തിന്റെ ചുവട്ടിൽ വന്ന് തന്റെ സ്വപ്നങ്ങളെക്കുറിച്ച് മണ്ണിലെ വേരുകളോട് സംസാരിക്കുമായിരുന്നു. ഗ്രാമവാസികൾ അവനെ പരിഹസിച്ചു, അവനെ ഭ്രാന്താണെന്ന് പറഞ്ഞു. ഫലം തരാത്ത മരത്തിന്റെ വേരുകളോട് സംസാരിച്ചിട്ട് എന്തു കാര്യം എന്ന് അവരുടെ കണ്ണുകൾ ചോദിച്ചു തുടങ്ങി. ഓരോ ദിവസവും കിലോമീറ്ററുകളോളം നടന്ന് കാട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് അവൻ ആ മരത്തിന്റെ ചുവട്ടിലൊഴിച്ചു. പരാജയം ഉറപ്പായ ഒരു കാര്യത്തിന് വേണ്ടി എന്തിനാണ് ഇത്രയേറെ അധ്വാനിക്കുന്നത് എന്ന് എല്ലാവരും അവനോട് ചോദിക്കുമ്പോഴും അവൻ പുഞ്ചിരിച്ചു. ഒരു ദിവസം രാത്രി സിദ്ധാർത്ഥൻ ഒരു സ്വപ്നം കണ്ടു. ആ മരം അവനോട് സംസാരിക്കുന്നത്. മരം പറഞ്ഞു, സിദ്ധാർത്ഥ, എല്ലാവരും മുകളിലെ കൊമ്പുകളിലെ ഫലങ്ങളെയാണ് തിരയുന്നത്. എന്നാൽ നീ മാത്രം എന്നെ സ്നേഹിച്ചത് എന്റെ വേരുകളിലൂടെയാണ്. നീ വെള്ളമൊഴിച്ചത് എന്റെ ഇലകളിലല്ല, എന്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾക്കാണ്. പിറ്റേ ദിവസം അത്ഭുതമെന്ന് പറയട്ടെ, സിദ്ധാർത്ഥൻ ഉണർന്നപ്പോൾ ഈ ലക്ഷ്യ അതിന് വലിയൊരു ആ മരത്തിന് കൊമ്പുകളും ഇലകളും ഇല്ലെങ്കിലും പക്ഷേ മണ്ണിൽ നിന്ന് വലിയ വലിയ ചക്കകൾ വിരിഞ്ഞു നിൽക്കുന്നതായി എല്ലാവരും കണ്ടു. വേരുകളിൽ ചക്ക കായ്ച്ചിരിക്കുന്നു. അതിലും വലിയ അത്ഭുതം മറ്റൊന്നായിരുന്നു ആ ഗ്രാമവാസികൾ കണ്ടത്. ആ ചക്കകൾ മുറിച്ചപ്പോൾ അതിൽ നിന്ന് തേൻതുള്ളികളല്ല വന്നത്, മറിച്ച് വാക്കുകളായിരുന്നു. അത് കഴിച്ചപ്പോൾ ഗ്രാമവാസികൾക്ക് വീണ്ടും സംസാരിക്കാനുള്ള കഴിവുണ്ടായി. അവരുടെ നിശബ്ദതയുടെ കാലം കഴിഞ്ഞു പോയിരുന്നു. ഇതാണ് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന സത്യം. നിങ്ങൾ എവിടെ തുടങ്ങുന്നു എന്നതല്ല, എത്രത്തോളം ഇച്ഛാശക്തിയോടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. നിങ്ങളുടെ ജീവിതത്തിലെ പലപ്പോഴും സാഹചര്യങ്ങൾ അനുകൂലമാകണമെന്നില്ല. ലോകം നമ്മെ തോറ്റവരായി പ്രഖ്യാപിച്ചേക്കാം. പക്ഷേ പരാജയപ്പെടരുത്, എവിടെയും പരാജയപ്പെടരുത്. നിങ്ങൾ ഇപ്പോൾ വേരുകൾ ഉറപ്പിക്കുന്ന തിരക്കിലായിരിക്കും. നിങ്ങളുടെ അടിത്തറ ശക്തമാണെങ്കിൽ ഫലം ആരും പ്രതീക്ഷിക്കാത്ത ഇടത്തിൽ നിന്നും ഉണ്ടാകും. നിങ്ങളുടെ ഉള്ളിലെ ഇച്ഛാശക്തി പ്രകൃതിയുടെ നിയമങ്ങളെപ്പോലും മാറ്റാൻ കഴിയും. അസാധ്യമെന്ന് ലോകം വിധിയെഴുതിയ ഇടങ്ങളിൽ നിന്ന് വിജയത്തിന്റെ വിസ്മയങ്ങൾ വിരിയിക്കാൻ നിങ്ങൾക്കും സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരാൾക്ക് കൂടി പ്രചോദനമാകാൻ സാധ്യതയുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഇത്തരം വിചിത്രമായ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.